അപ്പോൾ മഴക്കാലമൊക്കെയാണ്. ഏകദേശം ഒന്നാം ഘട്ട വാർഡലിലൊക്കെ പൂർത്തിയായി. എനിക്ക് ശക്തമായിട്ടുള്ള മഴ ഉണ്ടായി കുറച്ച്. അത് ഇപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ ചിങ്ങമാസം പറഞ്ഞില്ലേ. അപ്പോൾ ഇനി ഈ കർക്കിടം കഴിഞ്ഞ് ചിങ്ങത്തേക്ക് എത്തി. അപ്പോൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് വെച്ചിട്ട് ഒരു വളം കൂടെ കൊടുക്കും എല്ലാവർക്കും. അതിനിടയിൽ നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക്, അത് മാവാണെങ്കിലും റംബുട്ടാനാണെങ്കിലും വേറെ എന്താണെങ്കിലും നമ്മൾ ഒരു 15 ദിവസം, മാക്സിമം 15 ദിവസം കൂടുമ്പോൾ ഒരു ഇലയിൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും. 19 ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് മഴയാകുമ്പോൾ പിന്നെ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, എങ്കിലും കൂടിയിട്ട് അത് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾ, ഒരുപാട് സ്കൂളിൽ നിന്ന് നമുക്ക് കുട്ടികൾ വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാഫ്റ്റിങ്, ബെഡിങ്, ലെയറിങ് ക്ലാസ്സുകളുണ്ട്. അത് തികച്ചും സൗജന്യമായിട്ടാണ് ജിസാൻ അഗ്രികൾച്ചർ പാർക്കിൽ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാ ആളുകളും എൻജിനീയർമാരും ഡോക്ടർമാരും വക്കീലൊന്നും ആയിട്ടില്ലെങ്കിലും ആയാലും ആ കൂട്ടത്തിൽ എല്ലാവരും സമൂഹത്തിൽ ഉന്നത പദവിയിലെത്തുമ്പോഴും കൃഷിയെ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ള ഒരു സംസ്കാരം അത് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റിങ്, ബെഡിങ്ങും ലെയറിങ്ങും ഒക്കെ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിൽ അവർക്ക് വേണ്ടി അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതിന് പുറമെ അതിനേക്കാൾ അവർക്ക് എല്ലാ തൈകളും അടുത്ത് വന്ന് പരിചയപ്പെടാനും നമ്മുടെ തോട്ടത്തിൽ പോയിട്ട് പരിചയപ്പെടാനും അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് അവരുടെ മുന്നിൽ വെച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും, മണ്ണൊരുക്കുന്നത്, തൈകൾ വെക്കുന്നത്, അതിൻ്റെ പരിചരണം, കീടനിയന്ത്രണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ മഴക്കാലത്ത് നല്ല പ്രശ്നം തന്നെയാണ്. ഈ ഇല ചുറ്റിപ്പോയി അത് ഇത് എന്ന് പറഞ്ഞിട്ടൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇത് നമ്മുടെ VNR പേരാണ് കേട്ടോ, നിറയെ കായ്ച്ചിട്ടുണ്ട്. പേരക്കുള്ള മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ കായ്ച്ചൻ്റെ കുത്തുണ്ടാവും. പലർക്കും അത് അനുഭവം ഉണ്ടാവും, അതിന് കായ്ച്ച കുത്തുണ്ടാവും. ഇത് നമ്മൾ പൂ ഇങ്ങനെ ഇട്ട് വരുന്ന സമയത്ത് നമുക്കൊരു മരുന്ന് കൊടുക്കാം. കായായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ മരുന്ന് ഉപയോഗിക്കില്ല. പിന്നെ വലുതായിട്ട് ചിലതിനൊക്കെ കവറിട്ട് കൊടുക്കും. എല്ലാത്തിനും കവറിട്ട് കൊടുക്കലൊന്നും ഇപ്പോൾ പോസിബിളല്ല, നടക്കൂല. എന്നാലും മാക്സിമം ഒക്കെ ഇങ്ങനെ നോക്കും. പിന്നെന്താ വെച്ചാൽ നമ്മളിവിടെ മരുന്നടിക്കാത്തത് നമ്മൾ അങ്ങനെ തുടർച്ചയായിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇതിനെ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ പുഴുക്കളുണ്ടെങ്കിൽ അവരിപ്പോൾ നമ്മൾ നാടൻ രീതിയിലുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഏൽക്കാത്തത് കൊണ്ടാണ് 1-2 തവണ പുഴുക്കൾ വരും. പൂവും കായും വരുന്നതിന് മുമ്പ് ഒരു മരുന്ന് കൊടുക്കും. പിന്നെ കായ് വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കൊടുക്കില്ല. ഈ ഇത്രയും ആൾക്കാർ വരുന്നതാണ്. ഏതെങ്കിലും ഒരു കുട്ടികൾ ഒരു പഴയെടുത്ത് വായിലിട്ട് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് വളരെയധികം നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് വരുന്ന ആൾക്കാരുടെ ഒക്കെ ഇപ്പോൾ നമ്മൾ തോട്ടത്തിൽ മരുന്നടിച്ചെന്ന് പറയലും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പൂവിന് കഴിഞ്ഞാൽ അവർ മരുന്ന് കൊടുത്താൽ പിന്നെ കൊടുക്കില്ല. അത് നമ്മളെ മുന്തിരിപ്പേര, പിന്നെ അതും നിറയെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്ലാന്റാണ് ഈ മുന്തിരിപ്പേര. സ്ഥലമുള്ള ആൾക്കാർക്കൊക്കെ ഇതിനായിട്ട് പ്രത്യേകിച്ച് സ്ഥലമൊന്നും കൊടുക്കണ്ട. മറ്റേ വലിയ പ്ലാന്റ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ മതി. അത്ര സ്പേസ് മതി, അതതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അപ്പോൾ അത് സ്ഥലമുള്ള ആൾക്കാരെ ഒന്ന് ഉപയോഗപ്പെടുത്തുക. അതേമാതിരി തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പേരയാണ് സ്ട്രോബെറി പേര. സ്ട്രോബെറി പേര് നന്നായിട്ട് കായ്ച്ചു, നല്ല ടേസ്റ്റിയാണ്. ഫുള്ള് നല്ല റോസ് കളറുണ്ടാവും. മറ്റുള്ള കളറിലോ പച്ച കളറിലോ ഉണ്ട് കേട്ടോ. എങ്കിൽ കൂടിയും നല്ല ഒരു വെറൈറ്റിയാണ് ഈ സ്ട്രോബെറി പേര. അപ്പോൾ പറഞ്ഞു വന്നത് കീടനിയന്ത്രണം മഴക്കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുന്നവർ അത് ഫോളോ ചെയ്യണം. നമ്മൾ വെറുതെ പ്ലാന്റ് വെച്ചിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുഴുക്കേട് വരുമ്പോൾ നമ്മൾ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. കൃത്യമായ വളപ്രയോഗം, വേനൽക്കാലത്തുള്ള നന, അതേമാതിരി കീടനിയന്ത്രണം, ഈ 3 നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയാൽ കുമ്മായം ചേർക്കുക. എല്ലാ വർഷവും തുടങ്ങുമ്പോൾ തന്നെ മണ്ണിൻ്റെ അമ്ലത്തൊക്കെ ക്രമീകരിച്ചിട്ട് കുമ്മായമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പ്ലാന്റുകളെ പരിചരിച്ച് പോകാൻ പറ്റും. ഇത് വെരിഗേറ്റഡ് പേര. വെരിഗേറ്റഡ് അതിൻ്റെ ഇലൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ ഞങ്ങൾ. അപ്പോൾ അതേമാതിരി തന്നെ ഇക്കാര്യം അതിൻ്റെ കായും എല്ലാം അതേ ഒരു കളറിൽ ഇക്കാര്യം അതിൻ്റെ കായും ഉണ്ടാവുക, പേരൊക്കെ വരുന്നതും ഉണ്ടാവുക. അതാണ് ഈ വെരിഗേറ്റഡ് പേര. ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ അടുത്ത് കായ്ച്ചണത്. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ. മറ്റേത് VNRും മറ്റേ തായ്പിങ്ങും ഒക്കെ നമുക്ക് ഏകദേശം അറിയാം. പുറം പച്ച, ഉള്ളിൽ റോസ് കളറ്, നല്ല ടേസ്റ്റുള്ള പഴമാണ്. ഇത് നമ്മൾ സീറ്റമ്പഴം, ഇതിന് മുന്നും ഇതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വെക്കേണ്ട ഒരു പ്ലാന്റ് എന്നാണ് ഞാൻ ഇതിനെ പറയാം. കാരണം ഏത് കുട്ടികൾക്കും എപ്പോഴും വന്ന് പറിച്ച് ഡയറക്റ്റ് തിന്നാം. പിന്നെ വളരെയധികം പുളിയില്ലാത്ത, ഇനിയിപ്പോൾ അച്ചാറിടണമെങ്കിൽ, സുർക്കിലിടണമെങ്കിൽ, ഉപ്പിലിടണമെങ്കിലും ഒക്കെ നല്ല സാധനമാണ്. അപ്പോൾ ഈ
എന്താ പറഞ്ഞാൽ സീറ്റമ്പായം. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ഒരു കൂട്ടത്തിലൊന്ന് ഉൾപ്പെടുത്തി പോകുന്നു. അപ്പോൾ നമ്മളിരുന്ന് തൈ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ എവിടുന്ന് തൈ എടുത്താലും നമുക്ക് സന്തോഷമുള്ളൂ. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാം. നിങ്ങൾ വെക്കേണ്ട തൈകൾ അതും ഇതുമായിട്ട് ഒരുപാട് വെറൈറ്റികൾ പിന്നെ കലാപ്പാടി കൂട്ടുന്നുണ്ട്. ഒരുപാട് വെറൈറ്റികൾ നഴ്സറിയിൽ നിങ്ങൾ കാണും. അപ്പോൾ എന്ത് വെക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് മാവ്, പ്ലാവ്, റംബുട്ടാൻ, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടി കൊടുക്കാം. അത്ര വലിയ ഒരു ഇതല്ലെങ്കിൽ കൂടി ഡ്രാഗൺ ഫ്രൂട്ടിനെ ഉൾപ്പെടുത്താം. ഇത് നമ്മളെ സീറ്റ് ലൂബി നിറയെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാവിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി, ഓരോ മാമ്പഴം ഓരോ ടേസ്റ്റ് ആയിക്കാരം. അതേപോലെ അമ്പാഴം, പിന്നെ പേരൻ്റെ തന്നെ വെറൈറ്റികൾ, ഒരു മൽബറിയും കൊടുക്കാം. അത് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊന്നും നമുക്ക് വിൽക്കാൻ പറ്റില്ല കേട്ടോ. ഈ സീറ്റ് ലൂബി ഒന്നും വിൽക്കണ കൂട്ടത്തിലല്ല. ഇത് നമുക്കൊരു രസത്തിന് നമ്മളെ വരുന്നവർക്കും അയൽവക്കാർക്കും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പറിച്ച് തിന്നാൻ വേണ്ടിയിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഇനത്തിൽ ഇതിനെ പെടുത്താം. പിന്നെ നന്നായിട്ട് കായ്ച്ചും ചെയ്യും. നിറയെ ആയിരക്കണക്കിന് കായ്കളുണ്ടാവും. ഇനി പക്ഷികൾക്ക് വേണമെങ്കിൽ പക്ഷികൾക്കും കഴിക്കാം. അതൊരു സീനില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ നഴ്സറിക്കാർ പറയുന്നത് മധുരം ഉണ്ടാവും, ഇത്രയും കൊണ്ട് കായ്ച്ചും അത് ഇത് എന്നൊക്കെ ഒരുപാട് പറയും. കാരണം നമ്മളെ സമയത്തുള്ള നമ്മുടെ അടുത്ത് നിന്ന് തൈ വാങ്ങിയ ഒരാൾക്കാർ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യം 100% ഉറപ്പാണ്. എന്തായാലും എൻ്റെ നമ്പർ അവിടെ അടുത്തുണ്ടാവും. അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് എന്നാൽ അപ്പോൾ എന്നെ വിളിക്കും, കായ്ച്ചിട്ടില്ലെങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. അത് കായ് ഇങ്ങനെ പഴുത്ത് വരും. ഏകദേശം ആവണുള്ളത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നല്ല ബ്രൗൺ കളർ ഉണ്ടാവും. അതേപോലെ നമ്മൾ നെല്ലിൻ്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെല്ലി പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നെല്ലി ഗ്രാഫ്റ്റിംഗ് തന്നെയാണോ ബഡ് ചെയ്ത് അവിടെ നിന്ന് തന്നെയാണോ അതോ അതിൻ്റെ താഴത്തുനിന്ന് പൊട്ടി വന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കണം കേട്ടോ. അത് ഏതും ശ്രദ്ധിക്കണം, നെല്ലി പ്രത്യേകിച്ചും. കാരണം എന്താ വെച്ചാൽ ഈ നെല്ലി കായ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിമ പിന്നെ നമുക്ക് ചെയ്യൽ വളരെ റിസ്ക്കാണ്. മാവ് ഇപ്പോൾ വേറെ കമ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാം, മനസ്സിലായോ? ഓനെ മണ്ണിൽ കൂടെ കടന്ന് ഉരുണ്ടിട്ട് ആകെ ചളിയും വിളിയാക്കിക്കണം. ഓന് ഇടയ്ക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. മണലിൽ ശരിക്കും കടന്നു ഉരുളും, ഓൻ തോന്നിയിടത്തൊക്കെ കടന്നു ഉരുളും. അപ്പോൾ ഈ പ്ലാന്റുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. അത് എവിടെ നിന്നാണെങ്കിലും ശരി, ഏത് നഴ്സറിയിൽ നിന്നാണെങ്കിലും ശരി, നല്ല പ്ലാന്റുകൾ തിരഞ്ഞെടുക്കുക.